നമസ്കാരം. സുഖമാണോ? ടീച്ചറിന്റെ കുട്ടികൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, നമുക്കിന്ന് പുതിയ അക്ഷരത്തിലേക്ക് കടന്നാലോ? പുതിയൊരക്ഷരം പഠിക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് എഴുതുന്നത് എങ്ങനെയാന്ന് നമുക്ക് പഠിക്കാം. അധികം നേരം നമുക്ക് വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോകും. നമുക്ക് അക്ഷരത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതെന്താ ടീച്ചർ എഴുതിയിരിക്കുന്നത് ഇവിടെ? അറിയോ ടീച്ചർ എന്താ എഴുതിയേക്കണേ ഇവിടെ മേലെ? എന്ത് ഭാഷയാ? എന്ത് ഭാഷ പഠിക്കുന്നത് എഴുതിയേക്കണേ? മലയാളം അല്ലേ? ഏത് ഭാഷയാണ്? മലയാളം. ഓക്കെ, അപ്പോൾ ആ മലയാളം എന്ന് എഴുതിയിരിക്കുന്നതിൽ നമ്മൾ മറ്റേ അക്ഷരങ്ങളൊക്കെ പഠിച്ചു അല്ലേ? റ, ത, ന അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു. റ, ത, ന പഠിച്ചില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, നമ്മുടെ ഭാഷയാണ് മലയാളം. ഈ മലയാള ഭാഷയിലെ ഈ എഴുതിയിരിക്കുന്നതിലെ വേറൊരക്ഷരം ടീച്ചർ എപ്പോഴും പറയുന്നുണ്ട്, മലയാള ഭാഷയിൽ നമ്മൾ ഓർഡർ അനുസരിച്ചല്ല ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ടീച്ചർ ആദ്യം പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ടഫിലേക്ക് കയറി വരുന്നത്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്? ഈ അക്ഷരമാണ്. ഏതായിരിക്കും ഈ അക്ഷരം? മലയാളം എന്ന് എഴുതിയിരിക്കുന്നതിലെ ആദ്യത്തെ അക്ഷരം അതായിരിക്കും. മലയാളത്തിലെ ആദ്യത്തെ അക്ഷരമല്ല ടീച്ചർ ചോദിച്ചത്. മലയാളം എന്ന് എഴുതിയിരിക്കുന്നതിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? മാ അല്ലേ? അപ്പൊ മാ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ടീച്ചർ എപ്പോഴും പറയണ പോലെ ശ്രദ്ധിച്ചിരുന്നാലാണ് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ. ടീച്ചർ കൈ മൂവ് ചെയ്യുന്നത് എവിടെയാണോ അവിടേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലാണ് കിട്ടുള്ളൂ കേട്ടാ. കണ്ടോ? കണ്ടോ ഇങ്ങനെയാണ് മാ എഴുതുന്നത്? മനസ്സിലായോ? ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഇത് ഏതാണ് അക്ഷരം? മാ. ഏതാണ് ഈ അക്ഷരം? മാ. മരം പറയാറില്ലേ? മരം. മരം എന്ന് എഴുതുന്നതിന്റെ അക്ഷരമാണ് മാ. അതുപോലെ മലയാളം മാ. മരുന്ന്. മനസ്സിലായോ? ടീച്ചർ മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിന്റെ തന്നെ ആദ്യ അക്ഷരം മായാണ്. മലയാളം, മരുന്ന്, മരം, മനസ്സിലായോ? ഇതൊക്കെ ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത്? മാ. പേടിക്കണ്ട, ടീച്ചർ പറയുന്നത് കേട്ടിട്ട് വാക്കുകളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ അക്ഷരങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധ വെച്ചാൽ മതി. അക്ഷരങ്ങൾ ആദ്യം നമ്മൾ തറവാക്കണം, എന്നിട്ട് നമുക്ക് വാക്കുകളിലേക്ക് പോകാം കേട്ടോ. ശ്രദ്ധിക്കാം, ഒന്നും കൂടെ ശ്രദ്ധിക്കാം. കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ. കണ്ടോ? ഇതാണ് മാ. കിട്ടിയോ? എന്നിട്ട് നോക്കിയേ. ടീച്ചറിന്റെ കൈ മൂവ് ചെയ്യുന്നത് നോക്കണം കേട്ടോ, എന്നാലാണത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വരിക, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, എന്നിട്ട് ഇങ്ങനെ പോകണം. കണ്ടോ? ഇതാണ് മാ. ഏതാണ് അക്ഷരം? മാ. നമുക്ക് നോക്കാം. ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. ഇങ്ങനെ വരിക, ഇവിടുന്ന് കുറച്ച് ഒരല്പം സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ മതി, പിന്നെ മേലേക്ക് എടുക്കുക. കണ്ടോ? ഇതേതാണ് അക്ഷരം? മാ. ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, മലയാള അക്ഷരങ്ങൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നോ അവസാനിക്കുന്നിടത്താണ് കൈ എടുക്കാൻ പാടുള്ളൂ. കണ്ടോ? ടീച്ചർ ചെയ്യണ നോക്കി. ടീച്ചർ ഇവിടെ നിന്ന് ഇടയ്ക്ക് വെച്ച് കൈ എടുക്കണില്ല. കണ്ടോ? ഇങ്ങനെ തുടങ്ങുന്നു, കൈ എടുക്കരുത്. നേരെ പോയി സ്ട്രെയിറ്റ് ലൈൻ പോയിട്ട് ഇങ്ങനെ വരണം. കണ്ടോ? മനസ്സിലായോ?
നമ്മൾ കൈ എടുക്കരുത്, കൈ എടുക്കാതെ വേണം വരയ്ക്കാനായിട്ട്. ഇതേതാണ് അക്ഷരം? മാ എന്ന് പറഞ്ഞേ. മാ. ഒന്നും കൂടെ എഴുതാൻ ടീച്ചർ. നോക്കിക്കോളാം. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ വന്ന് കണ്ട, കണ്ട 2 ലൈനിൽ എങ്ങനെയാണ് മാ എഴുതുന്നതെന്നും കൂടെ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇത് നമ്മൾ ജസ്റ്റ് എഴുതി കാണിച്ചു എങ്ങനെയാണെന്നുള്ളത്. ഇനി 2 ലൈനിൽ എങ്ങനെയാണെന്നുള്ളതും ടീച്ചർ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഒന്നുകൂടെ എഴുതട്ടെ ടീച്ചർ? 2 ലൈനിൽ അല്ലാതെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ 2 ലൈനിൽ എങ്ങനെയാണെന്ന് പിന്നീട് കാണിക്കാം. നോക്കുക, ടീച്ചർ കൈ മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കണം. നോക്കിക്കോ, സാവധാനം എഴുതാം ടീച്ചർ. വരച്ചിട്ട് സ്ട്രെയിറ്റ് പോയിട്ട് ഇങ്ങനെ വരയ്ക്കും. കണ്ടോ? ഇതാണ് മാ. 2 ലൈനിലാവുമ്പോൾ അതേപോലെ തന്നെ 2 ലൈനും ടച്ച് ചെയ്യണമെന്ന് മാത്രം. കണ്ടോ? എടുത്തിട്ട് ഇവിടെ കണ്ടോ? മാ. നമ്മൾ തുടങ്ങി അവസാനിക്കുന്നത് വന്നപ്പോഴാണ് കൈയെടുത്തത്. ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി. ഇനി കൈ എടുക്കരുത്, എടുക്കാതെ ഇങ്ങനെ പോവുക, എന്നിട്ട് ഇവിടെ വരിക, എന്നിട്ടാണ് നമ്മൾ കൈ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, കിട്ടിയോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം, മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.